സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും കിസാൻ സഭാ നേതാവുമായ വിജു കൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. ഈ ഒരു ഈ ഒരു പാർട്ടി കോൺഗ്രസ്സിലേക്ക് വരുമ്പം പാർട്ടിയെ തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കടമയുണ്ട്. ത്രിപുരയുണ്ട്, ബംഗാളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് തേർഡ് ടൈമിലേക്ക് ഭരണം വരണം. അത്തരം പ്രിപ്പറേഷൻസൊക്കെ ഇതിനകം തന്നെ പാർട്ടി കടന്നു. തീർച്ചയായിട്ടും വരുന്ന 3 വർഷത്തേക്കുള്ള നമ്മുടെ പൊതു പൊളിറ്റിക്കൽ ഡയറക്ഷൻ എന്തായിരിക്കും എന്ന് തീരുമാനിക്കുന്നതും പിന്നെ സംഘടനാ തലത്തിലും എടുക്കേണ്ട തീരുമാനങ്ങൾ അതൊക്കെ ഈ പാർട്ടി കോൺഗ്രസ്സിൽ തീരുമാനിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ത്രിപുരയിലും ബംഗാളിലും തിരിച്ചു വരവ്. അതിനായിട്ടുള്ള ചില തയ്യാറെടുപ്പുകളും ആ സംസ്ഥാനങ്ങളിൽ നടന്നു വരുന്നു. വലിയ സമരം ആണ് വെസ്റ്റ് ബംഗാളിൽ ഈ ഏപ്രിൽ 20-ാം തീയതി തൊഴിലാളികളും കർഷക തൊഴിലാളികളും യോജിച്ചുകൊണ്ട് ചുരുങ്ങിയത് ഒരു 10 ലക്ഷം പേരുടെ വലിയൊരു ബ്രിഗേഡ് റാലി, അതിനു മുമ്പ് ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലോട്ട് പദയാത്രകളും മറ്റും നടത്തി സാധാരണക്കാരുടെ ഇന്നത്തെ ജീവൻമരണ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വീണ്ടും പാർട്ടിക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ഒരു സ്വാധീനം അത് തിരിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് അവിടെ ഉള്ളത്. തീർച്ചയായും ആ ദിശയിലോട്ട് നമ്മൾ ഈ പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച നടത്തും. ഈ ബംഗാളിൽ തൃണമൂൽ കഴിഞ്ഞ് മറ്റൊരു കക്ഷിയായി BJP കടന്നു വരുന്നൊരു കാഴ്ച കണ്ടു. CPM ഭരിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. കേരളത്തെ സംബന്ധിച്ചിപ്പം കേരളത്തിലും BJP ഭയങ്കരമായ ശക്തി വരുന്നു. കടൽ രാഷ്ട്രീയ പ്രമേയത്തിൽ പോലും അത് സംബന്ധിച്ച ചില വരികളുണ്ട്. അതിനെങ്ങനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും BJPയുടെ കേരളത്തിലേക്കുള്ള ഒരു വരി? അല്ല, BJP ഈവൻ ഇൻ കേരള ദ ഗ്രോത്ത് ഓഫ് ദ BJP ദാറ്റ് ഇസ് സംതിങ് വി ഹാവ് നോട്ടഡ് ഹിയർ. അത് തീർച്ചയായിട്ടും അവിടുത്തെ നമ്മുടെ സംഘടനാ ശക്തി വർദ്ധിച്ചുകൊണ്ടും കൂടുതൽ എക്സ്പാൻഷൻ വരുത്തിക്കൊണ്ടും പാർട്ടിയുടെ ഈ വർഗീയ കോർപ്പറേറ്റ് അജണ്ടക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളും സമരങ്ങളും, അതുമാത്രമല്ല കേരള ജനതയുടെ അവകാശങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അവർക്കെതിരെ വലിയ രീതിയിലുള്ള സമരങ്ങൾ ഒരുക്കൊണ്ടും നമ്മൾ അതിനെതിരെ പ്രതിരോധം തീർക്കും. BJPക്കെതിരെയും സംഘപരിവാറിനെതിരെയും ഒറ്റക്കെട്ടായി നിൽക്കാൻ ആരൊക്കെ തയ്യാറാണോ അവരൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് ആ സമരം നമ്മൾ മുന്നോട്ട് തുടരും. ഇന്ത്യ സഖ്യമെന്ന കൂട്ടായ്മയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ഇപ്പോൾ കേരളത്തിനൊക്കെ പുറത്ത്. ആ കൂട്ടായ്മയുടെ ഭാഗമായി അതേപടി തന്നെ പോവുകയാണോ? അത് തിരഞ്ഞെടുപ്പിന് മാത്രമുണ്ടായിരുന്ന ഒരു കൂട്ടായ്മയായിരുന്നു ഇന്ത്യ സഖ്യം. എന്താണ് CPMൻ്റെ അതിൻ്റെ അതൊരു? തീർച്ചയായിട്ടും ഇന്ത്യ ബ്ലോക്ക് അത് തെരഞ്ഞെടുപ്പിനെ നേരിടാനുണ്ടായ ഒരു സഖ്യമാണ്. പക്ഷേ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മൾ കാണേണ്ടത് വരും ദിവസങ്ങളിൽ ഈ സമരങ്ങൾ എങ്ങനെ BJP സർക്കാരിനെതിരെയും സംഘപരിവാറിൻ്റെ അജണ്ടക്കെതിരെയും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിൽ CPMന് ഒരു തർക്കവുമില്ല. അത് വ്യാപകമായ ഐക്യം സൃഷ്ടിച്ചുകൊണ്ടേ നമ്മൾക്കത് സാധിക്കും. അത് പാർലമെൻറ്റിനകത്തും ആ രീതിയിലുള്ള ഒരു കോർഡിനേഷൻ നമ്മൾ നടത്തുന്നുണ്ട്. വെളിയിലുള്ള സമരങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ടാണ് CPM ആ സമരങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഉൾപ്പെടുന്ന ചില മറ്റ് പാർട്ടികൾ എത്രത്തോളം ഈ ഒരു സമരത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത്. ഫാസിസത്തിനെതിരെ, ഒരു ഫാസിസ്റ്റ് ശക്തിക്കെതിരെ നമ്മൾ പൊരുതുമ്പോൾ, അപ്പോൾ ഒരു മൃദു ഹിന്ദുത്വ ലൈനും മറ്റും എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നവലിബറൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞ സ്വതന്ത്ര വ്യാപാര കരാറുകൾ, അതിൽ BJPയും കോൺഗ്രസും വലിയ വ്യത്യാസമില്ല. ഇന്നത് ഏറ്റവും കൂടുതൽ കർഷകരെ ദ്രോഹിക്കുന്ന ചില തീരുമാനങ്ങളാണ്. അപ്പോൾ ആ ഇതിലൊക്കെ ഒരു നിലപാട് മാറ്റവും തീർച്ചയായിട്ടും ജനങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. അതായത് ഇന്ത്യ മുന്നണി എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം ഉണ്ടായിരുന്നതാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അതില്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമല്ലേ CPM? അല്ല, ഇപ്പോൾ ഒരു ഐക്യത്തോടെയാണ് പ്രതിപക്ഷം എല്ലാം BJPക്കെതിരെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ആയിരുന്നു. ഈ ചോദ്യം നിങ്ങൾ കോൺഗ്രസോട് ചോദിക്കുന്നുണ്ടോ? ഡൽഹി തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ആം ആദ്മിയായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കിയില്ല? ഹരിയാന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടാക്കിയില്ല? ആ ചോദ്യം ചോദിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ആണ്. ഏറ്റവും വലിയ പാർട്ടി ഈ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഇന്നും കോൺഗ്രസ്സാണ്. അവരുടെ നിലപാട് എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് സമരം മാത്രമല്ല എന്നാണ് CPM കാണുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പ് സമരം മാത്രമല്ല.
നമ്മൾ ജനങ്ങളുടെ ഈ ജീവൻ മരണ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. അപ്പം മൂന്നാം മുന്നണിക്ക് ഒരു പ്രസക്തി ഇപ്പോഴുണ്ടോ? അല്ല, മൂന്നാം മുന്നണി എന്നുള്ള ചർച്ച ഇപ്പം ഉടനെ എവിടെയും ഇല്ല. അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടില്ല. പക്ഷേ ഇപ്പം ഇന്ന് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായിട്ട് വന്ന പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് പാർലമെൻറ്റിൽ ഈ സർക്കാരിനെ നേരിടുന്നത്. അതേ ദിശയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിനെ എല്ലാ വിധത്തിലും നമ്മൾ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒപ്പം ഈ പാർലമെൻ്ററി സമരത്തിനൊപ്പം തന്നെ സമരമുഖത്തുമുണ്ട്. തെരുവുകളിൽ വലിയ സമരം എടുത്തുകൊണ്ട് ഇന്നിപ്പോൾ മെയ് 20 തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്നുകൊണ്ട് പൊതുപണിമുടക്കും. അന്ന് കർഷക സംഘടനകളും കർഷക തൊഴിലാളി യൂണിയനും ഗ്രാമീൺ ഭാരത് ഹർത്താലിന് തീരുമാനം എടുത്തുകൊണ്ട് ജൂൺ 26 ഇലക്ട്രിസിറ്റി പ്രൈവറ്റൈസേഷനെതിരെ ഇലക്ട്രിസിറ്റി സെക്ടർ സമരം നടക്കും. ഇതിലൊക്കെ എന്ത് റോളാണ് മറ്റു പാർട്ടികൾ സ്വീകരിക്കുന്നത് എന്നത് അത് വളരെ നിർണായകമായ ഒരു വിഷയമാണ്. ഈ കോർപ്പറേറ്റ് കൊള്ളക്കെതിരെയും വർഗീയ ശക്തികൾക്കെതിരെയും ഒരു കൺസിസ്റ്റൻറ്റ് പൊസിഷൻ എടുത്തുകൊണ്ട് ആ സമരങ്ങളിലോട്ട് വന്നാൽ മാത്രമേ ഇതിനെ നമ്മൾ പ്രതിരോധിക്കുക മാത്രമല്ല തുടച്ചു നീക്കാൻ പറ്റും ഈ BJP RSSനെ. മറ്റൊരു ക്വസ്റ്റ്യൻ, താങ്കൾ PB-യിലേക്ക് വരുമെന്നൊക്കെ കേൾക്കുന്നു. ഇല്ല, അതൊക്കെ പാർട്ടി ഇവിടെ ചർച്ച ചെയ്യും. അതിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും ഇവിടെ പാർട്ടിയിൽ ഇങ്ങനത്തെ വിഷയം ഒക്കെ അതൊരു വെറും സ്പെക്കുലേഷനായിട്ട് ഞാൻ കാണും. EMS-ന് ശേഷം ഒരു മലയാളി പാർട്ടി സെക്രട്ടറി എന്നുള്ള കഥയും ചർച്ചകളും ഇല്ല, അത് there is no comment. ഓക്കെ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, CPM-ൻ്റെ നിലപാടൊപ്പം വിജു കൃഷ്ണൻ PB-യിലേക്ക് വരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.